ഇടയ്ക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നുപോയ ഒരു കേക്കാണിത്. ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കര ആവേശവും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം സ്പഞ്ചൊക്കെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് മാംഗോ ക്രീം ഡിലൈറ്റ് ആണ്. ഫ്ലേവർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നല്ലൊരു കേക്ക് വേണമെന്ന് പറഞ്ഞു. മാംഗോ ക്രീം ഡിലൈറ്റ് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് കേക്ക്സ് ആണ്. നല്ല മാംഗോസ് കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ഈ ഒരു കേക്ക് ചെയ്യാറുള്ളൂ. എന്റെ ഭാഗ്യത്തിന് എനിക്കത് നല്ല മാംഗോസ് തന്നെ കിട്ടി. ഒരു ബേബി ഗേളിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഒരു ടോൾ കേക്കും കൂടെയാണ്. ഇതിന് ടോട്ടലി 6 ലെയേഴ്സ് ഉണ്ടായിരുന്നു. ഇതിന്റെ സ്പഞ്ച് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ മാംഗോസ് ഇട്ടിട്ട് ചെയ്ത ഒരു സ്പഞ്ചാണ്. ഇതിന്റെ ഫില്ലിങ്സ് ആയിട്ട് മാംഗോന്റെ ക്രീമും മാംഗോന്റെ പീസസും അതുപോലെ വൈറ്റ് ചോക്ലേറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 6ാമത്തെ ലെയർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതായിരുന്നു കേക്കിന്റെ അവസ്ഥ. സമയത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ അവിടെ സ്റ്റക്കായി പോയി. അവസാനം പിന്നെ ഒന്നും നോക്കിയില്ല, ആ 2 ലെയറും കൂടെ എടുത്തിട്ട് മേളിൽ വെച്ചു. എനിക്ക് പറ്റിയ അബദ്ധം എന്താന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും താഴെ ഒട്ടും സ്ട്രോങ് അല്ലാത്ത ഒരു സ്പഞ്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയധികം ഫില്ലിങ്സ് ഉള്ളതുകൊണ്ട് അതിന് വെയിറ്റ് താങ്ങാൻ പറ്റാതെയാണ് അത് കൊളാപ്സ് ആയി പോയി. ബേബി ഗേൾ ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഹലോ കിറ്റി തീമിലാണ് ഈ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തത്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കോമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.